എറണാകുളം പെരുമ്പാവൂർ നെല്ലിമോളത്ത് ജനവാസ മേഖലയിൽ നിന്ന് 100-ലേറെ ജലാറ്റിൻ സ്റ്റിക്കുകൾ കണ്ടെത്തി. പട്ടിമറ്റം സ്വദേശിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ജലാറ്റിൻ സ്റ്റിക്ക് എത്തിച്ചത് പാറമടയിലേക്കാണ് എന്നാണ് സൂചന. എന്നാൽ ഇത്രയേറെ സ്ഫോടക വസ്തുക്കൾ അളവില്ലാതെ ലഭിക്കുന്ന ഉറവിടം ഏതാണ് എന്ന് കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. വിവരങ്ങളുമായി ലാൽകൃഷ്ണൻ ചേരുന്നുണ്ട്. ലാൽ, എന്താണ് ഈ കസ്റ്റഡിയിലെടുത്ത ആളുടെ മൊഴിയിൽ നിന്ന് മനസ്സിലാക്കുന്നത്? എന്താണ് ഇത്? അനധികൃതമായി പാറ പൊട്ടിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണോ? എന്താണ് പോലീസ് സംശയിക്കുന്നത്, ലാൽകൃഷ്ണൻ? നിലവിൽ മൊഴിയിൽ പറയുന്നത് പാറ ഖനനത്തിന് വേണ്ടി എത്തിച്ചതാണ് എന്നുള്ളതാണ്. പക്ഷെ അത് പോലീസ് പൂർണ്ണമായിട്ടും വിശ്വാസത്തിലെടുത്തില്ല. മാത്രമല്ല, ഇപ്പോൾ പിടിയിലുള്ളത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഒരു ഹിറ്റാച്ചി ഓപ്പറേറ്റർ മാത്രമാണ്. ഇതിന്റെ ഉടമയടക്കമുള്ള ആളുകൾ ഒളിവിലാണ് എന്നുള്ളതാണ് പറയുന്നത്. ഇതിനകത്ത് ഞെട്ടിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്, ഇതാദ്യമായിട്ടല്ല നെല്ലിമുളം ഭാഗത്ത്, അതായത് പെരുമ്പാവൂർ കുറുപ്പമ്പടിക്ക് സമീപത്തുള്ള ഇടമാണ് ഈ നെല്ലിമുളം എന്ന് പറയുന്നത്. ഇവിടെ ആദ്യമായിട്ടല്ല ഇത്രയധികം ജലാറ്റിൻ സ്റ്റിക്ക് പിടികൂടുന്ന അവസ്ഥ ഉണ്ടാകുന്നത്. കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ഈ 120-ലേറെ ജലാറ്റിൻ സ്റ്റിക്കുകൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഇതേ പ്രദേശത്ത് നിന്ന് കണ്ടെത്തിയത്. പാറകളും മറ്റു കാര്യങ്ങളും ഉള്ള ഒരിടമാണെങ്കിൽ പോലും കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് 120 ജലാറ്റിൻ സ്റ്റിക്ക് കിട്ടുന്നു. ഇപ്പോൾ 100-ലേറെ ജലാറ്റിൻ സ്റ്റിക്ക് ഇവരുടെ പക്കൽ നിന്ന് പിടികൂടുന്നു. എങ്ങനെ ഇത്രത്തോളം ജലാറ്റിൻ സ്റ്റിക്കുകൾ വ്യക്തികൾക്ക് കൈവശം വയ്ക്കാൻ കിട്ടുന്നു എന്നുള്ളതാണ് പോലീസിനെ സംശയിപ്പിക്കുന്ന ചോദ്യം. പ്രധാനമായിട്ടും ഇത് നിയമപരമായി ലൈസൻസ് ഉള്ള ആളുകൾ വലിയൊരു സ്ഫോടക വസ്തുവാണ്. ഈ 100-ലേറെ ജലാറ്റിൻ സ്റ്റിക്ക് ഉപയോഗിച്ചുകൊണ്ട് ഏകദേശം 100 മീറ്റർ ചുറ്റളവിലുള്ള വീടുകൾക്കും ആളുകൾക്കും ജീവഹാനി വരുത്താൻ കഴിയുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ സ്ഫോടകശേഷി വളരെ മാരകമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ ഗൗരവമായിട്ടാണ് പോലീസ് ഈ കേസിനെ കൈകാര്യം ചെയ്യുന്നത്. കഴിഞ്ഞ തവണ 120 ജലാറ്റിൻ സ്റ്റിക്ക് കിട്ടിയതിനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടന്നെങ്കിലും അതെവിടെയും എത്തിയിരുന്നില്ല. അതിന്റെ പിന്നാലെയാണ് ഇപ്പോൾ 100-ലേറെ ജലാറ്റിൻ സ്റ്റിക്കുകൾ ഈ പരിസര പ്രദേശത്ത് നിന്ന് കണ്ടെത്തുന്നത്. ഇത് ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറാക്കിയ രീതിയിൽ തന്നെയായിരുന്നു. പാറ ഖനനത്തിന് വേണ്ടി കൊണ്ടുവന്നാണ് എന്ന് പറയുന്നുണ്ട്. ഉച്ചയോടുകൂടി അവിടെ സ്ഫോടന ശബ്ദം കേട്ടതായി നാട്ടുകാരും പറയുന്നുണ്ടായിരുന്നു. തുടർന്ന് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ അവിടെ എത്തുന്ന സമയത്ത് പോലീസിനെയും വിളിച്ചു വരുത്തുകയായിരുന്നു. ആ പോലീസിന്റെ കണ്ടെത്തലിലാണ് ഈ ജലാറ്റിൻ സ്റ്റിക്കുകളാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. ഒരാൾ കസ്റ്റഡിയിലായിട്ടുണ്ട്. പാറമടയിലേക്ക് എത്തിച്ചതാണ് എന്നാണ് അയാൾ മൊഴി നൽകിയിരിക്കുന്നത്. പക്ഷേ അത് പൂർണ്ണമായി അന്വേഷണ സംഘം പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. കൂടുതൽ അന്വേഷണം നടക്കും എന്നാണ് പോലീസ് അറിയിക്കുന്നത്. ലാൽകൃഷ്ണൻ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.